ഇന്നത്തെ സുവിശേഷം വായിച്ചപ്പോൾ വല്ലാണ്ട് അത്ഭുതം തോന്നി. കാരണം വളരെ എക്സ്പേർട്ടായിട്ടുള്ള കുറേ അധികം പേര് ഇന്ന് വള്ളത്തിൽ കയറി മറുകരയിലേക്ക് പോവുകയാണ്. ജനിച്ച നാൾ മുതൽ ഈ വെള്ളവും വഞ്ചിയും കടലും വലയും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമായവരാണ് മറുകരയിലേക്ക് പോകുന്നത്. 5,000 പേർക്കായിട്ട് വിഭജിച്ച ശേഷം യേശു മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോയി. യേശു അവരോടൊപ്പം ഇല്ല. വളരെ എക്സ്പേർട്ടുള്ള കുറച്ച് പേരോട് ഞങ്ങൾ പൊയ്ക്കോളാം, നീ വന്നാൽ മതി. അങ്ങനെ അവർ മറുകരയിലേക്ക് പോയി പകുതി എത്തിയിട്ട് അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അതിന് കാരണം ഗോസ്പലിൽ പറയുന്നുണ്ട്, അവിടെ ശക്തിയേറിയ കാറ്റായിരുന്നു. അത്രയും കാറ്റടിച്ചത് കൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. യേശു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യേശുവിടെ പ്രാർത്ഥന നിർത്തി. യേശു സാധാരണ രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്നതാണ്, പക്ഷെ പ്രാർത്ഥിച്ചില്ല. യേശു തിരിച്ചു വന്നപ്പോൾ ഇവർ പകുതിയിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇവർക്ക് തുഴഞ്ഞപ്പുറത്തെത്താൻ പറ്റിയില്ല. യേശു ആ വഞ്ചിയിലില്ലല്ലോ. ഈ സുവിശേഷം നമുക്ക് നൽകുന്നൊരു റിഫ്ലക്ഷൻ എന്താണെന്നറിയോ? നമ്മളൊക്കെ ഒത്തിരി എക്സ്പേർട്ടായിട്ട് നമ്മൾ ഉപദേശം കൊടുക്കുന്നവരാണ്. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, എല്ലാ ദിവസവും ഇങ്ങനെ വചനം പറയുന്ന എനിക്കെന്തുമാത്രം ജീവിതത്തിലെ സന്ദർഭങ്ങളാണ് ഞാൻ തകർന്നു പോകുന്നത്, വീണു പോകുന്നത്, പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുന്നത്. നമ്മളൊക്കെ ഒത്തിരി പറയുന്നു എന്നതിന് കരുതി നമ്മളൊക്കെ എല്ലാത്തിനെയും അതിജീവിക്കാൻ കഴിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ഗോസ്പലിൽ കാണുന്നത് അത് തന്നെയാണ്. ഒത്തിരി എക്സ്പേർട്ടായിട്ടുള്ള കുറേ ശിഷ്യന്മാർക്ക് കരയിലെത്താൻ പറ്റിയില്ല. അവർക്ക് സഹായത്തിന് യേശു വന്ന് വഞ്ചിലിരുന്നപ്പോൾ ഒരു 3-4 വാക്യം സുവിശേഷത്തിൽ എൻഡ് ചെയ്യുന്നിടത്ത് അവർ മറുകരയിലേക്ക് എത്തിയെന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഗോസ്പൽ നമുക്ക് നൽകുന്ന റിഫ്ലക്ഷൻ എന്താണെന്നറിയോ? നമ്മളൊക്കെ ഒത്തിരി എക്സ്പേർട്ടായിരിക്കും, ഒത്തിരി ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയവരായിരിക്കും. പക്ഷെ എല്ലായ്പ്പോഴും നമുക്ക് മറുകരയിലേക്ക് എത്താൻ പറ്റിയെന്നൊന്നുമില്ല. എല്ലായ്പ്പോഴും നമ്മുടെ സ്വപ്നങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും നമുക്ക് ചിറകടിച്ച് പറക്കാൻ പറ്റണമെന്നുമില്ല. സഹായത്തിന് ദൈവം വേണം. ഇല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ കാറ്റിലും കടലിലൊക്കെ നമ്മളും തുഴഞ്ഞുകൊണ്ടേയിരിക്കും, എങ്ങും എത്തിപ്പെടാതെ ഒരു തുഴയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.